ഈ കഥയുടെ തുടക്കത്തിൽ 5 ഫ്രണ്ട്സ്, അതിലെ 2 കപ്പിൾസും സിംഗിൾ ആയിട്ടുള്ള ഒരു പയ്യനും, ഇവർ 5 പേര് ബോട്ട് എടുത്ത് ഇപ്പോൾ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരായിട്ട് ഞാൻ ഏതായാലും പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മുടെ ഹീറോയിൻ ലിസ്, അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് പീറ്റർ, പിന്നെ ടോമും ലാറയും. ഇവർ രണ്ടുപേരും നല്ല പണക്കാരായിട്ടുള്ള കപ്പിൾസാണ്. വന്നിറങ്ങുന്നത് തന്നെ അത്രയും വലിയൊരു കാറിലാണ്. അങ്ങനെ ഇവരും വന്നു. അപ്പോൾ ഇതിൽ അവസാനമായിട്ട് 5ാമനായിട്ടുള്ളത് ജേക്ക് എന്ന് പറഞ്ഞിട്ട് പീറ്ററിന്റെ സുഹൃത്താണ്. അവൻ മാത്രമാണ് ഈ കൂട്ടത്തിൽ സിംഗിള്. അങ്ങനെ ഇവർ 5 പേരും ബോട്ടിലേക്ക് കയറിയിട്ട് അത് കഴിഞ്ഞ് ഇവർ കടലിലേക്ക് പോകുന്നു. യാത്രയെല്ലാം നല്ലതുപോലെ തന്നെ ആഘോഷിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പീറ്റർ ഉണ്ടല്ലോ, അവന്റെ കയ്യിലൊരു തോക്ക് കാണുന്നു. അപ്പൊ അതിനെപ്പറ്റി ജേക്ക് ചോദിക്കുമ്പോൾ അവൻ വെറുതെ എടുത്തു വെച്ചേക്കുന്നതാണെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ബോട്ട് കടലിലിറങ്ങി ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ലിസ ഉണ്ടല്ലോ, അവർക്കിനി പോകാനായിട്ടുള്ള ആ ഒരു ദ്വീപും കാര്യങ്ങളും അതിന്റെ മാപ്പ് ഇതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ പീറ്റർ അവൾക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ട് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇപ്പോൾ രാത്രിയായി. എല്ലാവരും ആ ഒരു ബോട്ടിനുള്ളിലിരുന്ന് ആഹാരമെല്ലാം കഴിക്കുന്നു. അതുമല്ല ഈ ഒരു ബോട്ട് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അവർ ഈ തിരക്കിലായതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ട് ഏതോ ഒരു പാറയിലേക്ക് വന്നിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോൾ തന്നെ ആ ഒരു ബോട്ടിലേക്ക് വെള്ളം കയറുന്നതും ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ബോട്ടിലിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ എല്ലാവരും കടലിലേക്ക് ചാടുകയാണ്. അങ്ങനെ അന്ന് രാത്രി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ലിസ് ഉണ്ടല്ലോ, അവള് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹീറോ പീറ്റർ അവളെ വിളിക്കുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവരിപ്പോ വേറെ ഏതൊരു ദ്വീപിലാണുള്ളത്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ, അതുവഴി കരയിലുള്ളവർക്ക് ഇവർക്ക് അപകടം സംഭവിച്ചു, ആ ഒരു ബോട്ടിന്റെ നമ്പർ, കാര്യങ്ങൾ, കോഡ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ചു നേരം അത് ട്രൈ ചെയ്തിട്ട് ഇവരിപ്പോ ഏത് ദ്വീപിലാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ചുറ്റിനും വേറെ എന്തെങ്കിലും കിട്ടുമെന്നെല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ നോക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു മഞ്ഞ കളറിലെ ലൈഫ് ബോട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ദ്വീപിൽ ഇതിനു മുന്നേ വേറെ ആരോ വന്നിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. അപ്പോൾ ഹീറോയിൻ നേരെ ചെന്ന് ആ ഒരു ലൈഫ് ബോട്ട് എടുക്കുന്നതും അങ്ങനെ ഹീറോയിൻ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ലൈഫ് ബോട്ട് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ഒരുപാട് തവണ അതിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ അത് വരുന്നില്ല. പെട്ടെന്നാണ് കാടിനുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം, എന്തോ അലറുന്നത് പോലെ. അപ്പോൾ ഹീറോയിൻ പേടിച്ചിട്ട് ആ ഒരു ലൈഫ് ബോട്ടല്ലോ അത് കയ്യിൽ നിന്നങ്ങ് വിടും. അപ്പോഴാണ് അവിടേക്ക് ഹീറോ വരുന്നത്. ഹീറോ വന്നിട്ട് ചോദിക്കും, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഞാനൊരു ലൈഫ് ബോട്ട് കണ്ടിരുന്നു, അത് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിൽ നിന്നും എന്തോ ഒരു മൃഗം കരയുന്നത് പോലെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് അവള് പേടിക്കുമ്പോൾ ഇത് കണ്ട ഹീറോ കുറച്ചു നേരം ഉള്ളിലേക്ക് നോക്കിയിട്ട്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇതുപോലുള്ള ദ്വീപിൽ ഒരിക്കലും മൃഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ലൈഫ് ബോട്ട് സാധാരണ രീതിയിൽ തന്നെ കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. ദേ കണ്ടോ, ഇതെവിടെയും കെട്ടിയിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല എന്നും പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈഫ് ബോട്ട് അത് നേരെ ആ മണലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തുറന്നു നോക്കാണ്. അപ്പോഴാണ് ഇവരുടെ കൂടെയുള്ള ടോം എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനിപ്പോ ഹീറോയെ വിളിച്ചിട്ട് അവന്റെ ബൈനോക്കുലർ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ബോട്ട് ഇതുവഴിയെ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുമല്ല അവൻ പ്രത്യേകം പറയുന്നുണ്ട്, നമുക്കിപ്പോ കഴിക്കാനായിട്ട് ആഹാരമില്ല, വെള്ളമില്ല, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ബോട്ട് ഈ വഴി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കടലിലേക്ക് തന്നെ നോക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ ഒന്നോ രണ്ടോ സാധിക്കാനാണെന്ന് തോന്നുന്നു ഈ കാടിനുള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ പിറകിൽ നിന്നും എന്തോ ഒരു രൂപം ഓടിപ്പോകുന്നത് പോലെ. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട്, ഹേയ് പീറ്റർ ഇവിടേക്ക് വാ, ഞാൻ വീണ്ടും ഒരു ശബ്ദം കേട്ടു, ആരോ ഈ കാടിനകത്തുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ അത് വെറുതെയല്ല, സത്യമായിട്ട് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഹീറോയിൻ അങ്ങനെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ മണലിലിരുന്ന 4 പേരെയും കാണാനില്ല. ഷെടാ ഇവരെവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു മണലിലൂടെ അവരെ പേര് വിളിച്ച് അങ്ങനെ നടക്കുകയാണ്. കുറച്ചു ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു പാറയുടെ പുറകിൽ നിന്നും ഹീറോ വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് ഹീറോ ഇങ്ങനെ ചാടി വന്നതുകൊണ്ട് തന്നെ അവൾ നല്ലതുപോലെ പേടിച്ചുപോയി. ഹേയ് ഇപ്പൊ തന്നെ ഞാൻ നല്ലതുപോലെ പേടിച്ചിരിക്കുകയാണ്, ഇതിനിടയിൽ നീയും കൂടി പേടിപ്പിക്കാനായിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ബാ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ പാറയുടെ മുകളിലേക്ക് അവളെയും കൊണ്ട് കയറും. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ, അല്ല ഒന്നും കാണുന്നില്ലല്ലോ എന്താണെന്ന് ചോദിക്കുമ്പോൾ താഴെ മണലിലേക്ക് നോക്കാൻ പറയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അവളെ അവൻ പ്രപ്പോസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയിൻ അത്രയും സന്തോഷമായി, കാരണം അവൾക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ട്രിപ്പ് തന്നെ ഹീറോയിന് വേണ്ടിയിട്ടാണ് ഹീറോ റെഡിയാക്കിയത്. പിന്നെ അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മോതിരം ഉണ്ടല്ലോ, അത് ബോട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ചെടിയും പായലും ഇതെല്ലാം വെച്ചിട്ട് ഒരു മോതിരം ഉണ്ടാക്കി അവളുടെ കയ്യിലിട്ട് കൊടുക്കും. അങ്ങനെ അതുകൂടിയാവുന്നത് ഹീറോയിന് നല്ല സന്തോഷമായിട്ട് അന്നത്തെ രാത്രി ഇവര് നല്ലതുപോലെ തന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, തീയെല്ലാം കൂട്ടിയിട്ടിട്ട്. അങ്ങനെ രാത്രിയിലേക്ക് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഹീറോയിൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അടുത്തുള്ള ഹീറോയെ കാണാനില്ല. അവിടെയാണ് മറ്റൊരു കാര്യം, അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോ കിടന്ന ആ ഒരു ഭാഗത്ത് നിറയെ രക്തം. അതുമല്ല അവിടെ നിന്നും അവനെ വലിച്ചെടുത്ത് ഈ കാടിനുള്ളിലേക്ക് കൊണ്ടുപോയതുപോലെ. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് അത് ഫോളോ ചെയ്ത് കുറച്ചുള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് പോലും അവൾക്കറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ
ഹീറോ പെട്ടെന്ന് കണ്ണോർക്കാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ എവിടെയാണെന്ന് പോലും അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ എഴുന്നേറ്റ് ചുറ്റിനെ നോക്കിയിട്ട് അവന്റെ കാലിലേക്ക് നോക്കുമ്പോൾ കാലില് വലിയൊരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മുറിവിൽ നിന്ന് വീണ രക്തമാണ് അവിടെയെല്ലാം നേരത്തെ കണ്ടിരുന്നത്. അങ്ങനെ കാലില് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് നല്ല മൂർച്ചയുള്ള എന്തോ ഒരു കമ്പാണ്. അത് വേദന കാരണം ഹീറോ വലിച്ചങ്ങ് ഊരുമ്പോൾ നല്ല രീതിയിൽ രക്തം വരുന്നുണ്ട്. അപ്പൊ തന്റെ കയ്യിലുള്ള ഒരു ലേസ് അതെടുത്ത് കാലിൽ വെച്ച് കെട്ടി. ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ചെറിയ അരുവിയുണ്ട്, അതിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് മുഖമെല്ലാം കഴുകുമ്പോൾ പെട്ടെന്ന് പുറകിൽ എന്തോ ഒരു രൂപമുള്ളതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കാടിനുള്ളിലേക്ക് തന്നെ ഒളിച്ചു പോകുന്നു. അതുമല്ല ഹീറോയുടെ മുന്നിലൂടെയും ആ രൂപം പെട്ടെന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് അവനെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹീറോയിൻ ബാക്കിയുള്ള 3 പേരോടും ഹീറോയെ കാണാനില്ല, അതുകൊണ്ട് അവനെ അന്വേഷിച്ച് നമുക്ക് കാടിനുള്ളിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഇവർക്ക് 3 പേർക്ക് അതിന് താല്പര്യമില്ല. ഇപ്പൊ അതിൽ ആ ഒരു പണക്കാരനുള്ള ടോം അവൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇല്ല വേണമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് അവനെ കണ്ടുപിടിക്കുക, ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു ലൈഫ് ബോട്ട് ഉണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവനും അവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ലാറ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജേക്ക് എന്ന് പറഞ്ഞ ആ ഒരു സിംഗിൾ പോയി അവൻ പെട്ടെന്നൊരു തോക്കെടുത്തിട്ട്, നിങ്ങൾ ഞങ്ങളെ വിട്ട് പോയി കഴിഞ്ഞാലേ എന്തായാലും നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്യും, അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പീറ്ററിനെ അന്വേഷിക്കാനായിട്ട് നിങ്ങളും കാടിനുള്ളിലേക്ക് വരുമെന്നും പറഞ്ഞ് ആ പണക്കാരൻ ടോമും അവന്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള ലാറയും വേറെ വഴിയില്ലാതെ ഇവരോടൊപ്പം ആ കാടിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ 4 പേരും ആ കാടിനുള്ളിലേക്ക് വന്നിട്ട് ഒരുപാട് നേരമായിട്ട് നമ്മുടെ ഹീറോയെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെയും കാണുന്നില്ല. അതുപോലെ കുറച്ച് ദൂരെ നിന്നും ആ ഒരു മൃഗം കരയുന്നൊരു ശബ്ദവും കേൾക്കുന്നു. അപ്പൊ അത്യാവശ്യം വലിയൊരു കാടാണ്. ഇതിനകത്ത് ഇവനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുമല്ല നമ്മുടെ ലിസയ്ക്കാണെങ്കിലോ താഴെ നിന്നും എന്തോ ഒരു ചെയിനും കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഹീറോയുടേതല്ല. അങ്ങനെ അതെടുത്ത് കയ്യിൽ വെക്കുമ്പോൾ അടുത്ത് കേൾക്കുന്ന ആ ഒരു മൃഗത്തിന്റെ ശബ്ദം കേട്ട് ഇവരെല്ലാവരും അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ചെടികളെല്ലാം നല്ലപോലെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ജേക്ക് പറയും, ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ആ ഒരു ചെടിയെല്ലാം മാറ്റി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബാക്കി എല്ലാവരും പിറകെ വരും. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഏതോ ഒരു മൃഗം മറ്റേതോ ഒരു മൃഗത്തെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു മൃഗം ഇവരെ കാണുമ്പോഴത്തേക്കും ശബ്ദം ഉണ്ടാക്കി അടുത്തുള്ള മരത്തിന് മുകളിലേക്ക് ഓടിക്കായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതെന്ത് ജീവിയാണെന്ന്. ഒരുപക്ഷെ കുരങ്ങായിരിക്കോ എന്നല്ലേ ഒരു പരസ്പരം പറയുന്നുണ്ട്. എന്തായാലും അതൊരു സാധാരണ മൃഗം ആവാനായിട്ട് സാധ്യതയില്ല. കാരണം അത് കഴിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു മൃഗം ഉണ്ടല്ലോ അത് വളരെ കൊടൂരമായിട്ടാണ് അവിടെ ചത്തു കിടക്കുന്നത്. അപ്പോൾ ജേക്കിന്റെ കയ്യിൽ ആ ഒരു തോക്കുള്ളത് കൊണ്ട് അതെന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു മൃഗത്തിന്റെ പിറകെ തന്നെ ഇവര് മുകളിലേക്ക് ആ ഒരു തോക്കും ചൂണ്ടിയിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കുറേ ദൂരം അകത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിനെ പെട്ടെന്ന് കാണുന്നില്ല. എല്ലാവരും ഒരിടത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ ഇവർ എത്ര അന്വേഷിച്ചിട്ടും ആ ഒരു മൃഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ടോമിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ലാറ പറയുന്നത്, നോക്ക് ലിസ, ഇനി ഒരിക്കലും നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല. പീറ്ററിനെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അവൾ ഓടി മുന്നിലേക്ക് പോകുന്നത്. ഓ ലാറയുണ്ടല്ലോ അവൾ മാത്രം കുറച്ച് മുന്നിലേക്ക് ഓടിപ്പോവും. പെട്ടെന്ന് എന്തോ ഒരു കെണിയിൽ അവളുടെ കാല് കുടുങ്ങിയിട്ട് അവളെ അങ്ങനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതും ആ ഒരു മരത്തിന് മുകളിലേക്ക്. ഇത് കണ്ട ടോം ആണെങ്കിലോ ലാറ എന്ന് പറഞ്ഞിട്ട് ആ മരത്തിന് മുകളിലേക്ക് ഓടി കയറാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. അപ്പൊ ഇത് കണ്ട ജേക്ക് എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയിന്റെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട്, ഏതെങ്കിലും മൃഗം വന്നു കഴിഞ്ഞാൽ നീ ഷൂട്ട് ചെയ്യണം, ഞാൻ എന്തായാലും മരത്തിന് മുകളിലേക്ക് കയറാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ജേക്ക് ആ തോക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് നേരെ മരത്തിന് മുകളിലേക്ക് കയറും ലാറയെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് മുകളിലേക്ക് കയറി വന്ന് അവളുടെ ആ ഒരു കയറിന്റെ കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മൃഗങ്ങളുണ്ടല്ലോ അത് ഇപ്പൊ ആ മരത്തിന് മുകളിലേക്ക് ചാടി വീണിട്ട് ആ മരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അങ്ങനെ ജേക്കാണെങ്കിലോ എന്തായാലും അവളെ രക്ഷിച്ചേ മതിയാവൂ. അങ്ങനെ ആ ഒരു കയർ അറുക്കാൻ വേണ്ടി അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തി കൊണ്ടുവന്നിട്ട് ആ കയറിലേക്ക് തൂങ്ങിക്കിടന്ന് അത് അറുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിലൊരു ക്രിയേച്ചർ അവന്റെ മുന്നിലേക്ക് വരുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് ജേക്കിന്റെ പിടിവിട്ട് അവൻ ആ മരത്തിന് മുകളിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴും. അവന്റെ ബോധം പോയി. അപ്പൊ ഇവനെ എല്ലാവരും നോക്കുന്ന സമയം കൊണ്ട് ആ ക്രിയേച്ചറുകള് ടോമിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ലാറയെ മരത്തിന്റെ മുകളിലോട് തന്നെ പിടിച്ച് ചാടി ചാടി ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് കണ്ട ടോം ആണെങ്കിലോ ആ തോക്ക് അവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ലാറ ലാറ എന്ന് വിളിച്ചിട്ട് മരത്തിന് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് അവനും ലോറിയുടെ പിറകെ തന്നെ ഓടുന്നു. കുറെ ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കും ഏതോ ഒരു മൃഗത്തിനെ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലാറ താഴെ വീണ് കിടക്കുന്നു. അതുമല്ല ലോറയെ ആ ഒരു മരത്തിന് മുകളിൽ നിന്ന് ഈ ഒരു ക്രീച്ചർ താഴേക്ക് വിട്ടതുകൊണ്ട് അവള് താഴെ വീണ ആ ഒരു ഫോഴ്സില് ഇപ്പോൾ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. ഇത് കണ്ട ടോം ആണെങ്കിലോ അവളുടെ അടുത്തിരുന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. അപ്പോഴാണ് ലാറ മരിക്കുന്നതിന് മുന്നേ പിറകിലേക്ക് പേടിച്ചങ്ങനെ നോക്കുന്നതും അവന്റെ പിറകിലെ ആ ക്രിയേച്ചർ ഇറങ്ങി വന്നെന്നുള്ള കാര്യം ടോമിന് മനസ്സിലായി. അങ്ങനെ ടോം തിരിഞ്ഞു നോക്കുന്നതും ആ ക്രിയേച്ചർ അവന്റെ മുന്നിൽ വരുമ്പോൾ ഇതെന്ത് രൂപമാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്തായാലും ഇവരെ രണ്ടുപേരെയും ആ ഒരു ക്രിയേച്ചർ അവിടെ വെച്ച് കൊല്ലാണ്. അതെന്തായാലും സാധാരണ ഒരു ജീവിയല്ല. അങ്ങനെ ഈ ശബ്ദം നമ്മുടെ ജേക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇപ്പൊ ലിസയോട് പറയും, ലിസ അവര് രണ്ടുപേരും മരിച്ചു, ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞ് ജേക്ക് പേടിച്ചോടുമ്പോഴത്തേക്കും ലിസ അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. ഹേ ജേക്ക് അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ ജേക്ക് ഒരിടത്തേക്ക് നിന്നിട്ടാണ് അവളോട് പറയുന്നത്, ശരി നീ പറയുന്നത് പോലെ
പീറ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവനെയും ഈ ജീവികൾ എന്തായാലും കൊന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ശരി, നീ വേണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോയിക്കോ. പക്ഷേ പീറ്റർ ഇല്ലാതെ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് വരത്തില്ല. ഇനി നീ പറയുന്നത് പോലെ അവൻ മരിച്ചാലും കുഴപ്പമില്ല, അവനോടൊപ്പം മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഇപ്പോൾ തിരിഞ്ഞു നടക്കുന്നതും വേറെ വഴിയില്ല, ഇപ്പോൾ അവളോടൊപ്പം പോയേ മതിയാവൂ. ജേക്കും അവളോടൊപ്പം തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. നമ്മുടെ ഹീറോ ഇപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. ഹീറോ രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. ഇവിടെ ഹീറോയിനും ജേക്കും കുറേ ദൂരം നടന്ന് ഈ കാടിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അവസാനം എത്തുന്നത് ഒരു വലിയ ടെന്റ് പോലെയുള്ള സ്ഥലത്തേക്ക്. എന്താന്ന് വെച്ചാല് ഇതിനു മുന്നേ ഈ ഒരു കാടിനുള്ളിൽ ഒരുപാട് പേര് വന്നിട്ട് ടെന്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള വലിയൊരു ടെന്റിനകത്തേക്ക് ഇവർ രണ്ടുപേരും കയറുമ്പോൾ അവിടെ നിന്ന് ഹീറോയിന് ഒരു ഡയറി കിട്ടുന്നു. അങ്ങനെ ആ ഒരു ഡയറി ഹീറോയിൻ എടുത്ത് വായിക്കും. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുന്നേ ഈ റിസർച്ച് എല്ലാം ചെയ്യുന്ന കുറച്ച് ആളുകൾ ഈ ദ്വീപിനുള്ളിലെ വിചിത്രമായിട്ടുള്ള ക്രിയേച്ചറുകളുണ്ട്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് ഈ ദ്വീപിലേക്ക് വന്നു. എന്നിട്ട് ഈ ദ്വീപിലുള്ള വലിയൊരു ഗുഹയ്ക്കുള്ളിലേക്ക് എല്ലാവരും കയറിപ്പോയി. പക്ഷേ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിട്ടുള്ള ഒരാളും പിന്നീട് തിരിച്ചു വന്നില്ല. എല്ലാവരെയും ആ ക്രിയേച്ചർ കൊല്ലുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരുത്തനാണ് ഈ ഡയറി എഴുതിയിട്ടുള്ളത്. അതുമല്ല, ആ ഒരു ക്രിയേച്ചറിനെ പറ്റി അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? 3 ജീവിവർഗങ്ങളെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ആ ഒരു ക്രിയേച്ചർ ഉള്ളത്. എന്താന്ന് വെച്ചാല് ഒരു മനുഷ്യൻ, ഒരു കുരങ്ങ്, ഒരു ചെന്നായ, ഇത് 3ഉം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു ജീവി. അതുകൊണ്ടാണ് കുരങ്ങിനെ പോലെ അതിന് മരത്തിന് മുകളിലൂടെ ചാടി പോകാൻ കഴിയുന്നത്, ഒരു ചെന്നായെ പോലെ മറ്റുള്ളവരെ കടിച്ചു കൊല്ലാൻ കഴിയുന്നതും മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കാനും കഴിയുന്നത്. അപ്പോൾ ഇത് ചെന്നായ്ക്കളെ പോലെ ആയതുകൊണ്ട് തന്നെ അത് കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനൊരു ലീഡറുണ്ട്. ആ ലീഡർ പറയുന്നത് പോലെ മാത്രമേ ബാക്കിയുള്ള ക്രീച്ചറുകളും അനുസരിക്കത്തുള്ളൂ. അപ്പൊ ഈ ഡയറി വായിച്ച് തീരുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു ഡയറി എഴുതിയിട്ടുള്ളത് ഒരു ലേഡി സയന്റിസ്റ്റ് ആണ്. പക്ഷേ അവരെയും ഈ ഡയറി എഴുതി തീർന്നപ്പോൾ ആ ക്രീച്ചറുകൾ കൊണ്ടുപോയിട്ട് കൊന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹീറോയും വായിച്ച് മനസ്സിലാക്കുന്നതും ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇവരെല്ലാവരും ഇവിടേക്ക് വന്ന് ഈ ദ്വീപിൽ പെട്ടുപോയത് എന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലായി. അതുപോലെ ആ ഡയറിയുടെ പിറകില് അവസാനമായിട്ടും ഒരു വാണിംഗ് അവൾ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഈ ദ്വീപ് വിട്ട് നിങ്ങൾ പോകണം, ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുതെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണെന്ന് കൂടി പറയുന്നതും ഇതുകൂടി മനസ്സിലാക്കുന്ന ജേക്ക്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ടെന്റിന് ചുറ്റുമായിട്ടും ആ ക്രിയേച്ചറുകൾ വന്ന് ഇവരെ അങ്ങ് ചുറ്റി വളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവര് രണ്ടുപേരും ആ ടെന്റിനുള്ളിൽ നിൽക്കാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ടെന്റിന്റെ മുകളിലത്തെ ഭാഗം വലിച്ചു കീറിയിട്ട് അതിലൂടെ ജേക്കുണ്ടല്ലോ അവനെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും. കുറച്ചു കഴിയുമ്പോൾ രക്തത്തിൽ കുളിച്ച് ജേക്കിന്റെ ശരീരം മാത്രമാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ അവനെ എന്തായാലും കൊന്നു. ഇപ്പോ ഹീറോയിൻ ആണെങ്കിലോ ഇത് കാണുന്നതും പെട്ടെന്ന് ആ ഒരു ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാടിനുള്ളിലേക്ക് ഓടും. കാടിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്, ഞാൻ എപ്പോഴും ഈ കാടിനുള്ളിലേക്ക് ഓടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൾ ഓടിപ്പോകുമ്പോൾ അവളുടെ പിറകെ തന്നെ ആ ക്രീച്ചറുകൾ മരത്തിന് മുകളിലൂടെ ചാടി വരുന്നുണ്ട്. അവസാനം ഹീറോയിൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നിട്ട് ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും അവളുടെ ചുറ്റിനും ആ ഒരു ക്രീച്ചർ വന്നു. എന്നിട്ട് ഈ മരത്തിന് മുകളിൽ നിന്ന് ഒന്ന് താഴേക്ക് ചാടി ഹീറോയിനെ അതങ്ങ് പിടിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യിലാണെങ്കിൽ ഒരു കമ്പ് മാത്രമേ ഉള്ളൂ. അതും വെച്ച് പതിയെ നടന്നു വരുമ്പോൾ കുറച്ച് മുന്നിലായിട്ട് ആ ഒരു ക്രിയേച്ചർ വേറെ എന്തിനെയോ കൊന്ന് തിന്നുന്നത് പോലെ അത് കണ്ട് ഹീറോ ആ കമ്പും വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മറ്റൊരു വശത്ത് നിന്ന് ആ ഒരു ക്രിയേച്ചർ ചാടി ഹീറോയുടെ മുകളിലേക്ക് വന്ന് വീഴും. അങ്ങനെ ആ ഒരു ക്രിയേച്ചറുമായിട്ട് ഹീറോ ഫൈറ്റ് ചെയ്ത് അവസാനം രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് അടുത്തുള്ള നല്ല മൂർച്ചയുള്ള ഒരു കമ്പ് അങ്ങനെ എടുത്ത് ഇതിന്റെ വയറിലേക്ക് 2-3 തവണ കൊത്തി അവസാനം ആ ക്രിയേച്ചറിനെ കൊല്ലുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതും ഇപ്പോഴും അവനെ വിടുന്നില്ല വേറൊരു ക്രിയേച്ചർ അവന്റെ പിറകെ തന്നെ വന്ന് അവസാനം ഹീറോ പീറ്ററിനെയും ആ ക്രിയേച്ചർ പിടിക്കുന്നു. ഇപ്പോ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോ ബോധത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നു. ഇപ്പൊ അവളുള്ളത് ഒരു ഗുഹയ്ക്കകത്ത്. എന്താന്ന് വെച്ചാല് ഹീറോയിനെ ഇതുവരെ ആ ഒരു ക്രിയേച്ചർ ഒന്നും ചെയ്തിട്ടില്ല. അവളെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗുഹയ്ക്കകത്താണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഹീറോയിൻ എഴുന്നേറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റിനും അങ്ങനെ നോക്കുമ്പോൾ മുകളിലൂടെ മാത്രമേ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയിൻ അടുത്തുള്ള ഒരു കയറിൽ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അടുത്ത് വേറൊരു ശബ്ദം. എന്താണെന്ന് നോക്കുമ്പോൾ നേരത്തെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ടോം ഉണ്ടല്ലോ, അവനെ അവിടെ വെച്ച് തന്നെ കൊന്നിട്ടില്ലായിരുന്നു. അവൻ ഇത്രയും നേരം ഇതിനകത്ത് പിടിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് ഇപ്പോഴാണ് അവനെ കൊല്ലാൻ പോകുന്നത്. അങ്ങനെ അവന്റെ ചുറ്റിനും നിന്നിട്ട് ജീവനോടെ തന്നെ അവനെ ആ ഒരു ക്രിയേച്ചറുകൾ കടിച്ച് തിന്നുന്നു. ഇത് കണ്ട ഹീറോയും പെട്ടെന്ന് അതിന് മുകളിലേക്ക് വലിഞ്ഞടിച്ച് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ താഴെ വീണിട്ട് അവൾ മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ പീറ്ററിനെ അവൾ കാണും. പക്ഷേ താമസിച്ചു പോയി. അവനെ തൊട്ടു നോക്കുമ്പോൾ ഹീറോ ആൾറെഡി തന്നെ മരിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവനെ പറ്റി ആലോചിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു വഴി ഹീറോയും കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഒരു വഴിയെ ഹീറോയും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഈ ക്രിയേച്ചറിന്റെ ലീഡർ ഉണ്ടല്ലോ അത് ഹീറോയിനെ കണ്ടു.
ഇപ്പൊ ആ ഒരു ക്രിയേച്ചർ അങ്ങനെ ചാടി ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് മറ്റുള്ള ക്രിയേച്ചറുകൾക്കും അടുത്തേക്ക് വരാൻ വേണ്ടി ആ ഒരു സിഗ്നൽ ശബ്ദം കൊടുക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചിന് നിൽക്കാണ്. തന്റെ കാര്യവും കഴിഞ്ഞു, ഇവിടെ വെച്ചിട്ട് അവൾ അവസാനിച്ചു എന്ന് വിചാരിച്ച് അവൾ അങ്ങനെ നിൽക്കുന്നതും ഈ ക്രിയേച്ചർ ലീഡർ ഉണ്ടല്ലോ അത് അവളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവളെ കുറച്ചു നേരം ഇങ്ങനെ മണത്തെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അവളെ ഒന്നും ചെയ്യുന്നില്ല. കുറേ നേരം അങ്ങനെ തന്നെ നിന്ന് അവളുടെ പിറകിലെ ഒരു ഓന്തുണ്ട് അതിനെയും പിടിച്ച് തിന്നിട്ട് അങ്ങനെ ശബ്ദം ഉണ്ടാക്കി ബാക്കിയുള്ള ക്രിയേച്ചറുകളെയും വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോ ഹീറോയിൻ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ ഓക്കെ അതിനെപ്പറ്റി എന്തായാലും ആലോചിക്കണ്ട, രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞു അവൾ ആ ഒരു കാട്ടിൽ നിന്നും എങ്ങനെയും വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ കടൽ തീരത്തേക്ക് വന്നു. അങ്ങനെ ആ ഒരു ലൈഫ് ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ബീച്ചിലുള്ള ഇവരുടെ ബോട്ടിൽ നിന്ന് തകർന്നു വീണ എല്ലാ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ആ ഒരു ക്രിയേച്ചറുകൾ അവിടെ വന്ന് ഓരോന്നായിട്ട് എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഈ ഒരു ലൈഫ് ബോട്ട് ഇല്ലാതെ ഹീറോയിന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ ലൈഫ് ബോട്ട് എടുക്കാൻ വേണ്ടി അവൾക്ക് വീണ്ടും ആ ഒരു ക്രിയേച്ചറുകളുടെ ഗുഹയിലേക്ക് പോകണം. അതിനുവേണ്ടി അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അവിടെയുള്ള എന്തൊക്കെയോ പച്ചിലകൾ വലിച്ചെടുത്ത് അത് അരച്ച് അവളുടെ ദേഹത്തെല്ലാം തേക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇതിന് മുന്നേ ഉള്ള ഒരു സീനില് ഹീറോയിന്റെ അടുത്ത് ആ ഒരു ലീഡറായിട്ടുള്ള ക്രീച്ചർ വന്ന് അവളെ ഒന്നും ചെയ്യാതെ പോയല്ലോ. അതിന് കാരണം അവൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് കാല് തെറ്റി മുകളിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. അങ്ങനെ വീഴുമ്പോഴത്തേക്കും അവളുടെ ദേഹം മുഴുവൻ ഈ പച്ചിലകൾ പറ്റിയിരുന്നു. അത് കാരണമാണ് ഈ ഒരു ക്രിയേച്ചറിന് അവളെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത്. ഇനി കാണാൻ പറ്റാഞ്ഞതാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഈ ഒരു പച്ചില തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായിട്ട് ഇപ്പൊ അവളും അതുപോലെ ദേഹം മുഴുവൻ ഇതെല്ലാം തേച്ചിട്ട് നേരെ ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് പോവും. അപ്പോൾ ഹീറോയിന് കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ടോർച്ച്, ലൈറ്റർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് ഈ ഗുഹയ്ക്കകത്തേക്ക് കയറി അങ്ങനെ പോകുമ്പോഴത്തേക്കും വലിയ പാമ്പെല്ലാം അവിടെ തൂങ്ങിക്കിടക്കുന്നു. അതിനടുത്തൂടെ കുറെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു ടോർച്ചിന്റെ ബാറ്ററി അങ്ങ് തീരും. അപ്പോൾ ഹീറോയിൻ അവിടെ ഇരുന്നിട്ട് അവൾ കൊണ്ടുവന്ന ലൈറ്റർ ഉണ്ടായിരുന്നു അതെടുത്ത് കത്തിച്ച് അതിന്റെ വെളിച്ചത്തില് കുറെ മുന്നിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഈ ക്രിയേച്ചർ ഉണ്ടല്ലോ അതിലൊരെണ്ണം അവിടെ ചത്തു കിടക്കുന്നു. അങ്ങനെ അതിന്റെ അടുത്തൂടെ ഈ ഗുഹയ്ക്കുള്ളിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ക്രിയേച്ചറുകൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ കിടക്കാണ്. അപ്പൊ അവിടേക്ക് വന്നിട്ട് ആ ഒരു ലൈഫ് ബോട്ട് എടുത്ത് അവൾ തോളിലേക്കിടും. അത് കഴിഞ്ഞ് ഒരു ഫ്ലെയർ ഗണ്ണ് കിട്ടും, അതും എടുത്ത് കയ്യിൽ വെച്ചേക്കും. എന്നിട്ട് അങ്ങനെ തിരിഞ്ഞ് പിറകിലേക്ക് വരുമ്പോ ആഹാ അവളുടെ പിറകില് തന്നെ ആ ഒരു ക്രിയേച്ചർ ഉണ്ടായിരുന്നു. അത് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുന്നു. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിനെ കാണുന്നത്. നോക്കുമ്പോ അത് എന്തോ സ്മെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോയിനെ അതിനെ കാണാൻ കഴിയുന്നില്ല. ഈ പച്ചില തേച്ചതുകൊണ്ടായിരിക്കാം. എന്നിട്ട് അത് ബാക്കിയുള്ള ക്രിയേച്ചറുകളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുമ്പോൾ എല്ലാ ക്രിയേച്ചറുകളും അവിടേക്ക് വന്ന് ഹീറോയിൻ അന്വേഷിക്കുകയാണ്. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ ഇവരുടെ മുന്നിൽ നിൽക്കുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് മറ്റൊരു വശത്തേക്ക് എറിയുമ്പോൾ ഇതെല്ലാം അവിടേക്ക് ഓടിപ്പോവും. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആ ഗുഹയ്ക്ക് വെളിയിലേക്ക് ഓടുകയാണ്. ഓടി ഓടി വരുമ്പോൾ പെട്ടെന്ന് കാല് തട്ടി അവൾ താഴേക്ക് വന്ന് വീഴും. താഴെ വീഴുമ്പോഴാണെങ്കിലോ ബാഗിൽ നിന്ന് ആ ഒരു ഫ്ലെയർ ഗണ്ണുണ്ടല്ലോ അതിന്റെ ബുള്ളറ്റുകളെല്ലാം താഴേക്ക് വന്ന് വീഴുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ട് ആ ക്രിയേച്ചറുകളെല്ലാം ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ ഇതിന് കാണാൻ കഴിയത്തില്ലല്ലോ. പക്ഷെ ഇതിന് സ്മെല്ല് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഫ്ലെയർ ഗണ്ണിന്റെ ബുള്ളറ്റുകൾ എടുക്കാൻ കഴിയാതെ ആ ഗോയ്ക്ക് അടുത്തായിട്ട് മാറി നിൽക്കും. ഇതാണെങ്കിലോ അവിടെ വന്നിട്ട് അവളെ അന്വേഷിക്കാണ്. ഇപ്പൊ സ്മെല്ല് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അവളുടെ കയ്യിൽ മുറിവുണ്ട്. അതിന്റെ ആ ഒരു രക്തത്തിന്റെ മണം വെച്ചിട്ടാണ് അത് സ്മെല്ല് ചെയ്യുന്നത്. എന്നിട്ട് ഹീറോയിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു മുറിവുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും കണ്ടുപിടിക്കും എന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഒരു വിധത്തില് ആ ഒരു ഫ്ലെയർ ഗണ്ണിന്റെ ബുള്ളറ്റുകൾ അതങ്ങ് കത്തിച്ചു വിട്ടുകൊടുക്കുന്നതും ഇതെല്ലാം കൂടി കത്തിപ്പിടിക്കുമ്പോൾ ഇതില് ആ ഒരു ക്രിയേച്ചറിനെ ഒന്നും മനസ്സിലാവുന്നില്ല. അത് പേടിച്ച് നിൽക്കുന്ന ഗ്യാപ്പില് ഹീറോയിൻ അങ്ങനെ വെളിയിലേക്ക് ഓടും. അങ്ങനെ ഓടി ഓടി ഈ കാടിനുള്ളിലൂടെ കുറെ ദൂരം ഓടുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ആ ഒരു ക്രിയേച്ചറിന്റെ ലീഡർ ഉണ്ടല്ലോ ആ ലീഡർ ചാടി വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അടുത്തുള്ള മരത്തിനടുത്തേക്ക് വന്ന് ഒളിച്ചങ്ങ് നിൽക്കും. എന്നിട്ട് മറ്റൊരു വഴിയെ പോകാനായിട്ട് തിരിയുമ്പോൾ അവിടെ മറ്റൊരു ക്രിയേച്ചർ വന്ന് നിൽക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് വലിയൊരു മരം മറിഞ്ഞു വീണ് അത് മുഴുവൻ ഹോളായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതിനുള്ളിലേക്ക് ഹീറോയിൻ കയറിയെങ്കിരിക്കും. എന്നിട്ട് മറ്റൊരു വശത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇത് ഈ മരത്തിന് മുകളിൽ കയറി അവളുടെ സ്മെല്ല് പിടിച്ച് പുറയിലൂടെ വന്ന് പെട്ടെന്ന് അതിനുള്ളിലേക്ക് കൈ ഇടിച്ചിറക്കി അവളെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ പിടി കൊടുക്കാതെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അങ്ങനെ ഓടി ഓടി അവസാനം ഒരു തുറസായിട്ടുള്ള സ്ഥലത്തെത്തും. എന്താണെന്ന് വെച്ചാൽ ചുറ്റിനും മുളങ്കാട് മാത്രമാണ്. അതിന് നടുവിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. അങ്ങനെ തിരിയുമ്പോഴത്തേക്കും അവളുടെ മുന്നിലേക്ക് ആ ഒരു ക്രിയേച്ചർ ചാടി വീണ് അവളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് പൊക്കിയെടുത്തിട്ട് ഒരു ഒറ്റയേറ്. ആ വീഴ്ചയിൽ തന്നെ ഹീറോയിന്റെ ബോധം പോയി. ഇപ്പൊ ആ ഒരു ക്രിയേച്ചർ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ മാത്രം കൊല്ലുന്നില്ല, പകരം അവളെ കാല് വലിച്ച് എവിടേക്കോ കൊണ്ടുപോകുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് ഹീറോയിൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ അത് വന്ന് അവളെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ക്രിയേച്ചർ എന്താ ചെയ്യുന്നറിയോ? അവളുടെ ദേഹത്തോടെ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നതും മനസ്സിലായി, ഇത് വേറെ എന്തോ ഒരു ഉദ്ദേശമാണ്. എന്തായാലും അതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരു കല്ലെടുത്ത് അതിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റയടി. ഇതുകൂടിയാവുന്നത് ആ ഒരു ക്രിയേച്ചറിന് ദേഷ്യം വന്ന്
എന്തായാലും അവളെ കൊല്ലാന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്ത് ഈ മുളയുടെ മുകളിലേക്ക് ഒരു ഒറ്റയേറ് ഹീറോയിൻ തെറിച്ചു വന്ന ആ ഒരു മുളയുടെ മുകളിലേക്ക് വീണിട്ട് താഴെ വന്ന് വീണ് എഴുന്നേറ്റ് നിൽക്കാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ക്രീച്ചർ ആണെങ്കിലോ അവളുടെ അടുത്തേക്കും വരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിന് മുന്നേ വന്ന ആരോ ഈ കാട്ടിൽ വന്നല്ലോ വർഷങ്ങൾക്ക് മുന്നേ, അവരാരോ ഈ ഒരു മുളയിലെ വലിയൊരു വാള് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹീറോയിൻ കാണുന്നതും ഈ ക്രിയേച്ചർ അടുത്തേക്ക് ഓടി വരുമ്പോൾ ആ വാളെടുത്ത് അങ്ങനെ അതിന്റെ തല അങ്ങ് വെട്ടിക്കളയും. അപ്പൊ ഇതായിരുന്നു ആ ഒരു ലീഡർ. ഇപ്പൊ ആ ഒരു ലീഡർ മരിക്കുന്നതും ഹീറോയിൻ നോക്കുമ്പോൾ ബാക്കിയുള്ള ക്രിയേച്ചറുകളെല്ലാം അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഈ ലീഡർ മരിച്ചതുകൊണ്ട് ഹീറോയിനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. പക്ഷെ എന്തോ അതൊന്നും ഹീറോയിൻ ഒന്നും ചെയ്യുന്നില്ല. പകരം ആ ക്രിയേച്ചറിന്റെ ആ ലീഡറിന്റെ തലയുടെ അടുത്തേക്ക് വന്ന് അതിനെ തൊട്ടു നോക്കിയിട്ട് തലയും എടുത്ത് ഇതെല്ലാം ഉള്ളിലേക്ക് തന്നെ പോവും. കാരണം ബാക്കിയുള്ളതിൽ പലതും സ്ത്രീകളായിരുന്നു. ഈ ലീഡർ ഇല്ലാതെ അവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുള്ളിലേക്ക് പോകുന്നത്. അതോടെ ഹീറോയിൻ എങ്ങനെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ അവള് ആ ഒരു ദ്വീപിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് അവളുടെ മുഖമെല്ലാം കഴുകാണ്. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് നമ്മുടെ ഹീറോയിൻ മാത്രം. എന്നിട്ട് ആ ഒരു ലൈഫ് ബോട്ടും എടുത്ത് അവള് കടലിലേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ മറക്കാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.